ഇപ്പൊ കുറേ ദിവസങ്ങളായിട്ട് ലോകം മുഴുവൻ ഒരു കാൽപന്തിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണല്ലോ. ഈ അവസരത്തില് കാവിൽപ്പാട് ശ്രീ മാരിയമ്മൻ ശ്രീ കാമാക്ഷമ്മൻ ക്ഷേത്ര ഭരണസമിതി അംഗങ്ങള് ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിരുന്നു. ലഹരിക്കെതിരെ ഒരു ഗോളടിക്കാം, സേ നോ ടു ഡ്രഗ്സ്. അത് തന്നെയായിരുന്നു ഈ പ്രോഗ്രാമിന്റെ മെയിൻ തീം. ഇപ്പൊ പിന്നെ ഫുട്ബോൾ മെയിൻ ആയിട്ട് നിൽക്കണതുകൊണ്ട് തന്നെ ഇതിലൂടെ വളർന്നു വരണം നമ്മുടെ യുവതലമുറയ്ക്ക് ഒരു ബോധവൽക്കരണം. അത് തന്നെയായിരുന്നു മെയിൻ ഉദ്ദേശം. ഓരോരുത്തരും ഓരോ ടീമിന്റെ ഫാൻസ് ആയതുകൊണ്ട് തന്നെ അവരിട്ടിരിക്കുന്ന ആ കുപ്പായങ്ങൾക്കും ഉണ്ടായിരുന്നു കളർ വ്യത്യാസം. എങ്കിലും ഈ ഒരു പ്രോഗ്രാം വിജയിപ്പിക്കാനായിട്ട് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് കേട്ടോ നിന്നത്. അല്ലെങ്കിലും ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ ലോകത്തിന്റെ ലഹരി എന്ന് പറയുന്നത് ഈ ലോകകപ്പ് തന്നെയാണല്ലോ. ഫുട്ബോൾ ആഘോഷിക്കുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടും പിന്നെ ഇപ്പോഴത്തെ സർക്കാരിന്റെ പുതിയൊരു പരിപാടി ഓപ്പറേഷൻ തൂഫാൻ ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ലഹരിക്കെതിരെ ഒരു 12 ഒരു ക്യാമ്പയിന്റെ ഭാഗമായിട്ട് നമ്മൾ പരിപാടി തുടങ്ങുന്നത്. ഈ പരിപാടിയിൽ ഞാൻ നമ്മുടെ വൈസ് പ്രസിഡന്റ് ദിവ്യ മാഡത്തിന് മാഡം റീസ മാഡത്തിന് സാറിനെ നമ്മൾ ക്ഷണിക്കുകയാണ്. അപ്പോൾ 2 വാക്ക് പറയാനായിട്ട് ദിവ്യ മാഡത്തിന്. ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടല്ലോ നമ്മുടെ പുതുപ്പരിയാരം ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു കേട്ടോ. കൂടെ തന്നെ നമ്മളുടെ വാർഡ് മെമ്പറും ഹേമാംബിക പോലീസ് സ്റ്റേഷനിലെ സാറുമാരൊക്കെ ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. അതിനോടൊപ്പം തന്നെ നമ്മളുടെ ഇന്നത്തെ ഈ ടോപ്പിക്കിനെ കുറിച്ചും അവർ സംസാരിച്ചിരുന്നു. പക്ഷേങ്കിൽ ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തതിനകത്ത് പുറത്തൂടെ വണ്ടികൾ പോകുന്നതിൻ്റെയൊക്കെ മൊത്തത്തിലുള്ള ബഹളത്തിൽ അത് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ആ ഒരു ഭാഗം എനിക്കിതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റാതിരുന്നത്. ഇങ്ങനൊരു ബോധവൽക്കരണം ഇപ്പോഴത്തെ മെയിൻ സംഭവമായിട്ടുള്ള നമ്മളുടെ ഫുട്ബോളിന്റെ പേരിലായതുകൊണ്ട് തന്നെ അവർ പറയുന്ന ഓരോ കാര്യങ്ങളും കുഞ്ഞു മക്കളെ തൊട്ട് ശ്രദ്ധയോടെ കേട്ടു നിൽക്കണ കണ്ടില്ലേ. ലഹരിക്കെതിരെ ഒരു ഗോളടിക്കാമെന്ന നമ്മളുടെ ഈ പ്രോഗ്രാം നമ്മൾ ജൂലൈ 4-ാം തീയതി ഈ കഴിഞ്ഞ ഞായറാഴ്ച ആയിരുന്നു കേട്ടോ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു പ്രോഗ്രാം നമ്മുടെ 3 ഗസ്റ്റുകളും ചേർന്ന് ഓരോ ഗോളടിച്ചിട്ട് അതിഗംഭീരമായിട്ട് തന്നെ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞില്ലേ? കുറച്ച് ദിവസമായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. മഴ എന്ന് പറയാൻ പറ്റില്ല, അതിശക്തമായ മഴ അങ്ങനെ വേണം പറയാൻ. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഈ പ്രോഗ്രാം ഇത്രത്തോളം ഭംഗിയായിട്ട് നടത്താൻ പറ്റുമോ എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്തിനു പറയുന്നു, ആ ഞായറാഴ്ച രാവിലെ ഒരു 9:30 വരെ മഴ പെയ്തുകൊണ്ട് തന്നെയാണല്ലോ ഇരുന്നത്. പിന്നെ പെട്ടെന്ന് കാലാവസ്ഥയെല്ലാം ചേഞ്ചായി മഴ പോലും നമ്മുടെ ഈ പ്രോഗ്രാമിന് വേണ്ടി മാറി തന്നു എന്ന് വേണം പറയാൻ. അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ വിചാരിച്ചതിലും കൂടുതൽ ഭംഗിയായിട്ട് ഈ ഒരു പ്രോഗ്രാം നടത്താൻ പറ്റി. 3 ഗോൾ അടിക്കുന്ന ആൾക്ക് ഒരു ഫുട്ബോൾ സമ്മാനം അങ്ങനെയായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേങ്കിൽ 3 ഗോള് കണ്ടിന്യൂസ് ആയിട്ട് മറിച്ചില്ല കേട്ടോ. 2 ഗോൾ അടിച്ചവർ കുറെ പേരുണ്ടായിരുന്നു. അവരിൽ നിന്നൊക്കെ വീണ്ടും വീണ്ടും ഓരോരോ ചാൻസുകളായിട്ട് കൊടുത്ത് അങ്ങനെ ഓരോ റൗണ്ടുകളും തീർന്ന് അവസാന റൗണ്ടിൽ ഗോൾ അടിച്ച ആ ഒരു വിന്നർക്ക് ഫുട്ബോൾ സമ്മാനവും കൊടുത്തു. 1 ഗോളും 2 ഗോളൊക്കെ അടിച്ച കുഞ്ഞുമക്കൾ ഉണ്ടായിരുന്നല്ലോ, അവരുടെ സന്തോഷത്തിനായിട്ട് അവർക്ക് ഗോൾ അടിക്കുന്ന സമയത്ത് ചോക്ലേറ്റും കൊടുത്തിരുന്നു കേട്ടോ. അതോടെ കഴിഞ്ഞ് ലാസ്റ്റ് കേക്ക് കൂടെ കട്ട് ചെയ്തപ്പോ അവര് ഹാപ്പി. ലഹരിക്കെതിരെ ഒരു ഗോൾ അടിക്കാമെന്ന ഈ പ്രോഗ്രാമിന്റെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും കാണും വരേക്കും ബൈ.